മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മൾ പാപത്തെക്കുറിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിപ്പിച്ചത്. അത് 20-ാം വാക്യത്തിൽ അത് തീർന്നു. ഇനി നമ്മൾ ഹൗ ടു ബി സേവ്ഡ്, എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത് അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു പർട്ടിക്കുലർ സെക്ഷനാണ്. ഇത് 3:21 തൊട്ട് 5:11 വരെയാണ്. സാൽവേഷൻ, രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. 3:21 തൊട്ട് 5:11 വരെ. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അത് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയും. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായിരുന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത്. വിശ്വസിക്കുന്ന ഏവർക്കും അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിന് നീതീകരിക്കുന്നതിനുമാകേണ്ടതിന് ഇക്കാലത്ത് എൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. കാലം 26 വരെ ഞാൻ വായിച്ചു. ഈ 24-ഉം 25-ഉം വാക്യങ്ങളിലെ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം ദൈവകൃപയാണ് എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. 24-25 വാക്യങ്ങളിൽ അതിൽ പറയുന്നത് നീതീകരണം, വീണ്ടെടുപ്പ്, പ്രായശ്ചിത്തം. ഈ 3 കാര്യങ്ങൾ, 3 വാക്കുകൾ ഇതിൽ കാണും. ഇതിൽ വീണ്ടെടുപ്പും പ്രായശ്ചിത്തവും കാരണങ്ങളും നീതീകരണം അതിൻ്റെ ഫലം ആണെന്ന് പറയാം. നീതീകരണം എന്ന് പറയുമ്പോൾ അത് ഒരു ജുഡീഷ്യൽ ആക്റ്റാണത്. അങ്ങനെയാണ് പറയുന്നത്. ഡിക്ലെയറിങ് ദാറ്റ് യു ആർ റൈച്ചസ്, നിങ്ങൾ നീതിയുള്ളവരാണെന്ന് നീതിമാൻ എന്ന രീതിയിൽ കോടതി പ്രഖ്യാപിക്കുകയാണ്. നീതിമാൻ ആക്കുകയല്ല, നീതിമാൻ എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. അതാണത് പറയുന്നത്. കുറച്ചുകൂടെ അത് മീനിങ് ഫുള്ളായിട്ട് വരുന്നത് ഒരു വിഭിന്ന ആശയമാണത്. നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതൊരു ഒരു പാപത്തെ ക്ഷമിക്കുന്നതല്ല, അതിനുപരിയായിട്ട് കേവലം പാപ പരിഹാരത്തേക്ക് ഉപരിയായിട്ട് ഒരു അനുഗ്രഹമായിട്ട് വരുന്നതാണ്. അതൊരു ബോധവൽക്കരണമല്ല. ശരിക്കും അത് തെറ്റായിട്ട് നമ്മൾ പഠിക്കുക. ബോധവൽക്കരണമല്ല, ഒരു ജുഡീഷ്യൽ ആക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ചെയ്തു, ഒരാളൊരു കുറ്റം ചെയ്തു, ആ കുറ്റക്കാരൻ്റെ ശിക്ഷ ഇളവ് ചെയ്ത് അവനെ വെറുതെ വിടുന്നു. ഒരു കുറ്റക്കാരനെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ നീതിമാനാകണം എന്നില്ല, അത് മനസ്സിലാക്കണം. എന്നാൽ അവൻ നീതിമാനായില്ലെങ്കിൽ കൂടിയും അവനെ കുറ്റക്കാരനല്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതാണ് നീതീകരണവും നീതിമാനും രണ്ടും രണ്ടാണെന്ന് പറയുന്നത്. അത് ഞാൻ കുറച്ചും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ചെയ്ത ഒരുവനെ അവൻ കുറ്റക്കാരൻ അല്ലാത്ത രീതിയിൽ കണ്ടിട്ട് അവനെ അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാം. 2 കാര്യമുണ്ട്, അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാം. നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ പറയുന്ന പോലെ നമ്മളൊരു മഞ്ഞ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് നമ്മൾ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നതെല്ലാം മഞ്ഞ കളർ എന്ന് പറയുന്ന പോലെ, എന്നാൽ ശരിക്കും അത് മഞ്ഞയല്ല. നമുക്കത് പറഞ്ഞ് മനസ്സിലായി കാണും. നമ്മൾ നോക്കുന്നത് മഞ്ഞിച്ചിരിക്കും, എന്നാൽ അത് എല്ലാം മഞ്ഞയല്ല. അതുപോലെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അവൻ പാപം അല്ലാത്ത രീതിയിൽ അവനെ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ആക്റ്റാണ് നീതീകരണം. അത് നമ്മൾ ചെയ്യുന്നൊന്നല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ദൈവമാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്, ദൈവിക പ്രവൃത്തിയാണ്. ഇപ്പം ഒരാളൊരു കുറ്റം ചെയ്തു. അങ്ങനെ നീതീകരണത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഒരാളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളെ വെറുതെ വിട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. അയാൾ കുറ്റം ചെയ്തു, എന്നാൽ അയാളെ വെറുതെ വിട്ടു എന്ന് വിധി വന്നു. ആ വിധിയുടെ പകർപ്പ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അങ്ങനെ അദ്ദേഹം ആ വിധിയുടെ പകർപ്പുമായിട്ട് കോടതിയിൽ നിന്ന് വരുമ്പോഴേ വഴി വെച്ചൊരു പോലീസുകാരനെ കാണുകയാണ്. പോലീസുകാരനെ കണ്ടാൽ പരിഭ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യമില്ല.
കാരണം എന്താണ്? അയാൾ കോടതിയിൽ നിന്ന് അയാളെ കുറ്റവിമുക്തനാക്കിയ പകർപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതാണ് നീതീകരണത്തിൻ്റെ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ ഒരു കഥ രൂപേണ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നീതീകരണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ നെപ്പോളിയൻ്റെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം വലിയൊരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം വലിയൊരു പടയാളി, ചക്രവർത്തി, വലിയൊരു ബുദ്ധിമാൻ, വലിയൊരു ഭരണാധികാരിയൊക്കെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഈ പടയാളികൾക്കും എല്ലാം അദ്ദേഹത്തെ വലിയ പേടിയായിരുന്നു. വലിയ പേടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുന്നിടത്ത് ഒന്ന് പ്രസൻ്റ് ആവുക പോലും ഇല്ലാത്ത രീതിയിൽ പേടിച്ചു ഇരിക്കാൻ. ഈ മനുഷ്യൻ ഒരിക്കൽ ഈ ക്യാമ്പിൽ കൂടി രാവിലെ കുതിരയുടെ മേൽ കൂടി ഒരു ഓട്ടം നടത്തി, ഒരു സർക്യൂട്ട് പോലെ. ഈ ക്യാമ്പുകളിൽ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഈ സിപ്പായിമാർ, ഈ സോൾജിയേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇയാൾ ഇങ്ങനെ പോകുന്ന എല്ലാവരും ഇങ്ങനെ കണ്ടു. എന്നാൽ ആരും ഒരു അക്ഷരം മിണ്ടത്തിൽ, ഇദ്ദേഹത്തെ പേടിയാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ റൗണ്ടിൽ അടിച്ച് ഇങ്ങനെ പോകുന്നത് ആൾക്കാർ കണ്ടിട്ട് ആരും ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നാൽ ഈ ഇദ്ദേഹം പോകുന്ന കുതിരയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ആ കുതിര ഒന്ന് വരണ്ടാണ് പോകുന്നത്. എന്താ കാരണമെന്ന് അറിയത്തില്ല. ഇയാൾ പല റൗണ്ട് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന കണ്ടിട്ട് ഒരു മനുഷ്യന്, ഈ ഒരു പടയാളിക്ക് ഇത് കണ്ടപ്പം ബോധ്യം വന്നു, ഇതൊരു ഡേഞ്ചറസ് ആയിട്ട് ഒരു അപകട സിറ്റുവേഷനാണ്. ഈ കുതിര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നെപ്പോളിയൻ അതിൻ്റെ മേളിൽ നിന്ന് വീണ് അപകടം ഉണ്ടാവും. ഇദ്ദേഹം ഈ കുതിരയെ നിയന്ത്രിക്കാനായിട്ട് നോക്കുന്നുണ്ട്, എന്നാൽ ആ കുതിര നിൽക്കുന്നില്ല. ഇത് ഈ പടയാളി മനസ്സിലാക്കിക്കൊണ്ട് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഈ പടയാളി ഒരു തീരുമാനം അങ്ങ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ, എനിക്ക് എന്തായാലും വന്നാൽ വരട്ടെ, എനിക്ക് പ്രശ്നമില്ല, എന്നെ ശിക്ഷിച്ചതിന് ശിക്ഷിക്കട്ടെ, ഞാൻ ഈ കുതിരയെ അങ്ങ് നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് ഈ പടയാളി മുമ്പിൽ ചാടി ആ കുതിരയെ ഒരു രീതിയിൽ പിടിച്ചു നിർത്തി, ഒരു രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തി ഈ നെപ്പോളിയനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. നെപ്പോളിയനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നെപ്പോളിയൻ, എല്ലാവരും അപ്പോഴത്തേക്ക് ഈ ടെൻറ്റുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ അവിടെ സംഭവിക്കുന്നത്, നെപ്പോളിയൻ അവനെ എന്തെങ്കിലും ചെയ്യാൻ പോകണോ എന്നൊക്കെ ചിന്തിച്ചു. ഉടൻ തന്നെ ഇദ്ദേഹത്തെ ഈ നെപ്പോളിയൻ പറയാണ്, യു ഹാവ് ഡൺ എ ഗുഡ് ഡീഡ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഈ സാധാരണ ഒരു മനുഷ്യനെ ക്യാപ്റ്റൻ എന്നുള്ള അധികാര സ്ഥാനത്തോടെ വിളിക്കുമ്പോൾ ഈ നെപ്പോളിയൻ്റെ കൂടെ ഈ സോൾജിയർ ചോദിക്കുകയാണ്, ആശ്ചര്യപ്പെട്ട്, ഞാൻ എവിടുത്തെ ക്യാപ്റ്റനാണ് എന്ന് ചോദിച്ചു. ഉടൻ തന്നെ നെപ്പോളിയൻ പറയാണ്, എൻ്റെ അംഗരക്ഷ സൈന്യത്തിൻ്റെ ക്യാപ്റ്റൻ നീയാണെന്ന് പറയും. ഓക്കെ, ഇത്രയും പറഞ്ഞ് നെപ്പോളിയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത്, പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം പോയി ഒരു കോട്ടൊക്കെ വാങ്ങിച്ച് തയ്ച്ച്, ക്യാപ്റ്റൻ്റെ സാധനങ്ങൾ തയ്ച്ച് ഇയാൾ പുറത്തിറങ്ങി ക്യാപ്റ്റൻ്റെ യൂണിഫോമിൽ, ക്യാപ്റ്റൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഇയാൾക്ക് അറിയത്തില്ല, എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ക്യാപ്റ്റൻ എന്താണ് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്നാലും ക്യാപ്റ്റൻ്റെ വേഷവും പരിശീലനം ഒന്നും കിട്ടിയിട്ടില്ല. ക്യാപ്റ്റൻ്റെ വേഷം എല്ലാം കൂടി ഇയാൾ എടുത്തിട്ട് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അയാൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാണ് ഇദ്ദേഹത്തെ ക്യാപ്റ്റനായിട്ട് ഡിക്ലെയർ ചെയ്തത്? ക്യാപ്റ്റനായിട്ട് ഡിക്ലെയർ ചെയ്ത് നെപ്പോളിയനാണ്. അതുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇയാൾക്ക് യാതൊരു പേടിയില്ലാതെ ഇയാൾ ക്യാപ്റ്റനായി എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നോക്കുമ്പം ഇന്നലെ ഒരു പടയാളിയായിരുന്ന വ്യക്തി ഇന്ന് ക്യാപ്റ്റൻ്റെ വേഷമിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത വന്നെങ്കിലും ശരിക്കും അദ്ദേഹം ക്യാപ്റ്റൻ തന്നെയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തെ അംഗീകരിച്ചത് നെപ്പോളിയനാണ്. ഞാനൊരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് പറയുകയായിരുന്നു. ഇതുപോലെ തന്നെ ദൈവം വിശ്വസിക്കുന്ന ഏവരെയും കൃപയാൽ, ദൈവമാണ് കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത് നീതീകരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കും. ഈ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ തുടങ്ങുന്ന 1-16-17 വാക്യങ്ങളിലെ പൗലോസ് പറയുന്ന വാക്യങ്ങൾ ഭയങ്കര ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്ക് ദൈവശക്തിയാകുന്നല്ലോ. അതിൽ സുവിശേഷം രക്ഷയ്ക്ക് കാരണമാണ്. 17-ാം വാക്യത്തിലെ അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നു.
വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിട്ടും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു. ഈ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ ഇപ്പോഴോ എന്ന് പറഞ്ഞിട്ടാണ് 21-ാം വാക്യം തുടങ്ങുന്നത്. നൗ, കാരണം 3-20 വരെയുള്ള വാക്യങ്ങളിലെ ഇനി ഒരു രക്ഷയുമില്ല, മാനവരാശി മുഴുവൻ ശിക്ഷയുടെ കീഴിലാണ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം നിക്കോദിമോസിൻ്റെ ജീവിതം നമുക്കറിയാം. നിക്കോദിമോസ് പരീശന്മാരിൽ പരീശനാണ്. 500 പേര് പരീശന്മാർ ഉള്ളൂ ആ സമയത്ത്, കർത്താവിൻ്റെ കാലത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ അവരുടെ പ്രമാണിയായ നിക്കോദിമോസ് അദ്ദേഹം യേശുവിനെ അന്വേഷിച്ച് വരികയാണ്. ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ അടുക്കിലേക്ക് വന്നെങ്കിൽ ഈ മനുഷ്യന് ഈ ദൈവത്തിൽ യേശുവിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴേ യേശു അവനോട് പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് പറയും. ഇവിടെയും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൽ വിശ്വസിക്കുക, വീണ്ടും ജന്മം പ്രാപിക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ നീതി നമ്മൾ വെളിപ്പെടൂ എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിലെ മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന് ബലഹീനവും നിഷ്പ്രയോജനം നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പ്രവൃത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. മുമ്പിലത്തെ കൽപ്പന ബലഹീനവും നിഷ്പ്രയോജനവും അത് നീക്കം എന്നതുമാണ്. എന്നാൽ ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിക്കാതെ ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ പുതിയ ഒരു പ്രമാണം വന്നിരിക്കുകയാണ്. അതെന്താണ്? കൃപയാലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം. ദൈവിക കൃപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപികളാണെങ്കിൽ കൂടിയും ദൈവം അത് ഡിക്ലെയർ ചെയ്യാണ്, നിങ്ങളെ നീതിമാനായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അതാണ് ദൈവത്തിൻ്റെ നീതി. 1 കൊരിന്ത്യർ 1:30 പറയുന്നത്, അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിനുള്ള ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ന്യായവും എന്തൊക്കെയാണ് പറയുന്നത് അവിടെ? ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും. പഴയ നിയമത്തിൽ നിന്നുള്ള തിരിച്ചറിവ്, അരുളപ്പാട്, ആ ജ്ഞാനം കൂടുതലായിട്ട് യേശു ക്രിസ്തുവിൽ കൂടി പ്രദർശിക്കപ്പെട്ടു. കർത്താവ് നമുക്ക് വേണ്ടി പാപം ചെയ്യുന്ന നമ്മളെ നീതിയിലേക്ക് നടത്തി, എന്നിട്ട് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവം. അതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത്. അതാണ് ദൈവത്തിൻ്റെ നീതി. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന അബ്രഹാമിൻ്റെ സാക്ഷ്യം, അതാണ് ന്യായപ്രമാണം. അതുപോലെ പ്രവാചകന്മാരെന്നിവിടെ ചിന്തിക്കുന്ന സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നുള്ള ദാവീദിൻ്റെ സാക്ഷ്യം. ഇത് ഈ 4-ാം അധ്യായം വരുമ്പോൾ ഇത് കാണാം. ദാവീദിൻ്റെ സാക്ഷ്യവും കാണാം, അബ്രഹാമിൻ്റെ സാക്ഷ്യവും കാണാം. ന്യായപ്രമാണം പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്താണ്? ദൈവത്തിൻ്റെ നീതി സാക്ഷ്യം പറയുന്നു. അതിനോട് ചേർന്ന് തന്നെ പറയുന്നതാണ്, എല്ലാവരും പാപം ചെയ്തു. ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്തു. ഈ പാപം ആരംഭിക്കുന്നത് എവിടെ നിന്നായിരുന്നു? ആദാമിൽ നിന്നാണ് പാപം ആരംഭിച്ചത്. നമുക്കറിയാം. അതിൻ്റെ മീനിങ് എന്താണെന്നറിയാം. ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് പാപത്തിൻ്റെ മീനിങ് ആയിട്ട് വന്നിരിക്കുന്നത്. റോമർ 5:12 ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപത്തോടു കൂടിയാണ് മരണം വരുന്നത്. ആദാമിൽ കൂടിയാണ് പാപം വന്നത്, അതിൽ കൂടി മരണവും വന്നു. അങ്ങനെ സകല മനുഷ്യരിലും പാപം ചെയ്യാൽ മരണം വന്നിരിക്കുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 5:12 കാണുന്ന വാക്യമാണ്. അത് ഈ പാപം എന്ന് പറയുന്നത് പല അർത്ഥങ്ങളിൽ ബൈബിളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് 51-ാം സങ്കീർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാപത്തെക്കുറിച്ച് ഞാനത്
കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്താൽ നേരത്തെ ഇനി ഞാൻ പറയുന്നില്ല, ലംഘനം എന്ന് പറയുന്നുണ്ട്, അകൃത്യം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ആ സങ്കീർത്തനത്തിലുള്ള ലംഘനം, അകൃത്യം എന്ന് പറയുന്നുണ്ട്, അതിക്രമം എന്ന് പറയുന്നുണ്ട്. എഫേസ്യർ 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാരും നിങ്ങളെ ഉയർപ്പിച്ചു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്നെ നന്നായി കഴിയുക, എൻ്റെ അകൃത്യം പോക്കണമേ. ഇതെല്ലാം പാപത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഈ പാപത്തെക്കുറിച്ച് പറയുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോഴും അതുപോലെ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലും എല്ലാം പാപം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അവിശ്വാസത്താൽ വന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അവിശ്വാസത്താൽ വന്നു. റോമർ 14 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒക്കെയും പാപം അത്രേ. 14:21 വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒക്കെയും പാപം അത്രേ. അതുപോലെ തന്നെ 16:9 പറയുന്നു, അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ച്, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ച്. അത് വിശ്വസിക്കാതെ വരുന്നതാണ് പാപമാണ് അവിശ്വാസം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ദൈവിക സത്യത്തെ തുച്ഛീകരിക്കുകയും അലക്ഷ്യമാക്കുകയും ചെയ്യുന്നതാണ് പാപം. ഒരുപാട് കാര്യങ്ങൾ ഈ പാപത്തെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഇന്നത് തീർക്കണമെന്നാണ് വിചാരിച്ച. ഈ എപ്പിസോഡിൽ തീർന്നില്ലേ, 1-2 എപ്പിസോഡിൽ നമുക്ക് ഈ അധ്യായം തീർക്കാം. നീതീകരണത്തെക്കുറിച്ചാണ്. അതായത് ആ നീതീകരണത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് ആദ്യം പറഞ്ഞത്. അതിനോട് ചേർന്ന് നമ്മൾ പാപത്തിലേക്ക് പാപം എന്താണെന്നുള്ളത് പറയാനായിട്ട് ശ്രമിച്ചു. നമുക്കത് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു 1-2 എപ്പിസോഡിനകത്ത് നമുക്ക് ഈ പാപത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ വിശുദ്ധരായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. ഒറ്റ ഒരു സിമ്പിൾ കാര്യം, കർത്താവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ വിശുദ്ധരായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്മൾ ഈ വിശുദ്ധരെന്നൊക്കെ പറയുമ്പം ചില സഭകളൊക്കെ വിശുദ്ധരായി ഡിക്ലെയർ ചെയ്തു, വിശുദ്ധര് പുണ്യാളന്മാർ എന്നൊക്കെ പറയുന്ന അതല്ല ഇതിനകത്ത് മീനിങ്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കലത്ത എല്ലാവരും വിശുദ്ധന്മാരാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോഴേ നിങ്ങളെ വിശുദ്ധരായിട്ട് ഡിക്ലെയർ ചെയ്യണം. അത് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല. നേരത്തെ ഞാൻ പറഞ്ഞാണ്, കോടതി വിധി വന്ന് കോടതിയിൽ കുറ്റക്കാരനല്ലെന്ന് വന്ന പത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇനിയും പേടിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല. ദൈവം നിങ്ങളെ നീതീകരിച്ചിരിക്കുകയാണ്, നിങ്ങളെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ നീതിമാനാണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ കഴിവൊന്നുമല്ല, കർത്താവിൻ്റെ കൃപയാലാണ്. ഇനി ഈ കൃപയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് തുടർന്ന് നമ്മൾ സംസാരിക്കും. ഇത് ശ്രദ്ധയോട് കേൾക്കണം, ഇത് നോട്ട് എഴുതി വെക്കണം. പ്രത്യേകിച്ച് ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് എഴുതി വെക്കണം. കാരണം ഇത് കഴിയുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോമർക്കെഴുതിയ ലേഖനം 16 അധ്യായങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ തുടങ്ങുന്നൊരു വ്യക്തിയല്ല എൻഡ് ചെയ്യുന്നത്. യു വിൽ ബി എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സൺ. നിങ്ങൾ പൂർണ്ണമായിട്ടൊരു വ്യത്യസ്തപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. അതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ള ടീച്ചിങ്. ഇത് പഠിച്ച് ഈ ഡോക്ടറിൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രീതി പറയാൻ എക്സ്പ്ലോഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് വലിയൊരു രൂപാന്തരം വന്നിരിക്കും. തീർച്ചയായും ഇന്ന് നമ്മുടെ ചിന്തകൾ നമുക്ക് അനുഗ്രഹപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നീതീകരണം പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് പ്രിലിമിനറായിട്ട് പറഞ്ഞത്. തുടർന്ന് നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് വന്നത് ഓർത്ത് സ്തോത്രം. നീ ഞങ്ങൾക്ക് നീതീകരണമായത് ഓർത്ത് സ്തോത്രം. നീ ഞങ്ങൾക്ക് ജ്ഞാനമായിരിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവേ, നീ ഞങ്ങൾക്ക് ജീവിതത്തിലെ വീണ്ടെടുപ്പായിരിക്കുന്ന ഓർത്ത് സ്തോത്രം. നീ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാമായിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങൾ കർത്താവേ, അത് ആളത്വത്തിൽ ഞങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും അതിൻ്റെ ആ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വിശുദ്ധീകരണം പ്രാപിച്ച് അതിലെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ദിവസങ്ങൾ ഇടവരുത്തണമേ, സഹായിക്കണമേ. ഞങ്ങളിവിടെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വാചകങ്ങളൊക്കെ കർത്താവെ ഹൃദയങ്ങളിലെ കൂടുതൽ രൂപാന്തരം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച്
ഹൃദയത്തിൻ്റെ വാൽവിലെ പ്രയാസമായിരിക്കുന്ന വ്യക്തി കർത്താവെ തുടർന്ന് 2-3 പ്രാവശ്യമായിട്ട് ഇത് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. അത് ഒരു വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ വി ഡിക്ലെയർ എ ഡെലിവറൻസ്. കർത്താവെ വലിയൊരു ഒരു വിടുതൽ നീ കൊടുക്കണം. എൻ്റെ വചനം അയച്ച് കർത്താവെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ ശരീരത്തിലെ പാണ്ടുകളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കർത്താവെ ഇത് കാണുന്നു. കർത്താവെ ഡീക്ലറൈസേഷനൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജിക്കായിട്ടുള്ള എല്ലാ സോറിയസും, ചൊറി പോലെയുള്ള കർത്താവെ അലർജിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഉറങ്ങാൻ പോലും പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അവരോട് കൂടെ ഇരിക്കണം. കർത്താവെ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങളെ അവിടെ കർത്താവെ കൊടുക്കുവാനായിട്ട് കർത്താവെ സഹായിക്കണം. യേശുവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ചിലർക്ക് ആ അസുഖങ്ങൾ മാത്രമല്ല, വേറെ ചില വിടുതലുകളും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട്, കുത്തി നിറച്ച അനുഗ്രഹങ്ങൾ. ദയവായിട്ട് നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ ആ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയെങ്കിലൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് അത് കാരണമായി തരും. തീർച്ചയായും അത് വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതങ്ങളിൽ തരും. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം. ആദ്യമായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യണം. പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.